YHost.in എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, അതായത് ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാം, എങ്ങനെയൊക്കെയാണ് നമുക്കിത് ഉപയോഗപ്പെടുന്നത്, റിസോർട്ട് കാറ്റഗറി, അതേപോലെ തന്നെ ഹോം സ്റ്റേ അല്ലെങ്കിൽ സർവീസ് വില്ല കാറ്റഗറിയിലുള്ളവർക്കൊക്കെ ഇതെങ്ങനെ ഉപയോഗപ്പെടുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടി ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ കൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് ചെയ്യാൻ പോകുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചായിരിക്കും. അതിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ മോഡ്യൂൾസിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് നമ്മളിതിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് ഉപയോഗപ്പെടുന്നുള്ളതായിരിക്കും നമ്മൾ ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് കേൾക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എങ്ങനെയാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് YHost.in എന്ന് സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിൽ താഴോട്ടേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക സമയം എടുത്തിട്ട്. നമ്മളധികം ടൈം കളയുന്നില്ല, നേരെ നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ്. എങ്ങനെയാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യുക? ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്രിയേറ്റ് എ ഹോസ്റ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് കാണാൻ പറ്റും, ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇനി ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർക്ക് ഡയറക്റ്റ് ലോഗിൻ ചെയ്താലും മതി. ഇതിൽ വന്നിട്ട് നമ്മുടെ ഫുൾ നെയിം, ഇപ്പോൾ നിങ്ങളിപ്പോൾ ചിലപ്പോൾ പ്രോപ്പർട്ടിൻ്റെ ഓണർ ആയിരിക്കാം അല്ലെങ്കിൽ മാനേജർ ആയിരിക്കാം, നിങ്ങൾക്ക് ഇവിടെ പ്രോപ്പർട്ടിയുടെ പേരോ അതല്ലെങ്കിൽ നിങ്ങളുടെ പേരോ ഇവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ ഒഫീഷ്യൽ ഇമെയിൽ ID എന്താണോ അത് കൊടുക്കുക. അതേപോലത്തെ അവിടുത്തെ റിസർവേഷൻ നമ്പർ അല്ലെങ്കിൽ MDയുടെ നമ്പർ, ആരുടെ നമ്പർ വെച്ചിട്ടാണോ ഇതിൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യേണ്ടത് അത് അതിലേക്ക് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലൊരു പാസ്വേഡ് കൊടുത്തിട്ട് രജിസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐഡിയിലേക്ക് ഒരു വെരിഫിക്കേഷൻ മെയിൽ വരും. അതിൽ കയറിയിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ ഈ ഒരു സൈൻ ഇൻ ലോഗിൻ പേജിലേക്ക് എത്തുന്നതായിരിക്കും. അവിടെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ IDയും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ മെയിൻ ഡാഷ്ബോർഡിലേക്ക് നിങ്ങൾ എത്തും. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആകണ്ട. നമ്മൾ ഓരോ ഫീച്ചേഴ്സും 1 by 1 ആയിട്ട് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഇതിൽ ആദ്യത്തെ നമ്മളുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ പ്രോപ്പർട്ടി, ഹോം സ്റ്റേ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ആ ഒരു പ്രോപ്പർട്ടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആഡ് എ ന്യൂ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പേര്, അക്കോമഡേഷൻ ടൈപ്പ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സ്റ്റാർ റേറ്റിംഗ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. അതേപോലെ തന്നെ ബേസിക് റൂമിൻ്റെ റേറ്റ് എത്രയിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതും കൊടുക്കുക. അങ്ങനെ പിന്നീട് വരുന്നതാണ് പ്രോപ്പർട്ടി ഡിസ്ക്രിപ്ഷൻ എന്ന് പറയും. ഇവിടെ മെയിനായിട്ട് കൊടുക്കേണ്ടത് നിങ്ങളുടെ പ്രോപ്പർട്ടി മെയിൻ ടൗണിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉള്ളിലോട്ട് പോകണം, പിന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ എന്തൊക്കെ അമ്യൂണിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അവിടെ വരുന്ന ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ്, നിയറസ്റ്റ് പ്ലേസസ് എന്തൊക്കെയാണ്, നിങ്ങൾ ആർക്കൊക്കെയാണ് ഇവിടെ സ്റ്റേ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു 500-600 വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇവിടെ കൊടുക്കുക. നിങ്ങൾക്കത് നല്ല സെൻറ്റൻസിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ChatGPTയിൽ നിങ്ങളുടെ ഈ ഒരു ഡാറ്റ എൻ്റർ ചെയ്തിട്ട് നല്ലൊരു പാരഗ്രാഫ് ആക്കിയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ അമ്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അതായത് നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന അമ്യൂണിറ്റീസ്, AC ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങളും അതായത് കൊടുക്കണം. സിറ്റി ഏതാണ്, ഇപ്പം വയനാടാണെങ്കിൽ വയനാട്, മേപ്പാടി ആണെങ്കിൽ മേപ്പാടി, എങ്ങനെയാണോ ഉള്ളത് അത് രീതി കൊടുക്കുക. പിൻകോഡും കാര്യങ്ങളും ഏരിയ ടൈപ്പ് നോക്കി സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ചിലപ്പോൾ മൗണ്ടൻ സൈഡിലുള്ള പ്രോപ്പർട്ടി ആയിരിക്കാം, അതല്ലെങ്കിൽ ഫോറസ്റ്റ് ഏരിയയിൽ വരുന്നതായിരിക്കാം, അത് സൂട്ടബിൾ ആയിട്ടുള്ള കൊടുക്കുക. നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കണം. പിന്നെ ഇവിടെ ഗൂഗിൾ മാപ്പിൻ്റെ URL അത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഗൂഗിൾ മാപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗൂഗിൾ മാപ്പിലേക്ക് വന്നിട്ട് നിങ്ങളുടെ പ്രോപ്പർട്ടി എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം മൗണ്ടൻ ഷാഡോ എന്ന് പറയുന്ന പ്രോപ്പർട്ടിൻ്റെ പേര് കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ലിങ്ക് കാണാൻ പറ്റും, ലൊക്കേഷൻ്റെ ഇത് കാണാൻ പറ്റും, ഐക്കൺ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ് ബാറിൽ ആ ഒരു പ്രോപ്പർട്ടിയുടെ കറക്റ്റ് ഗൂഗിൾ മാപ്പിൻ്റെ URL വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു URL ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഒരു ഗൂഗിൾ മാപ്പ് URL എന്ന് പറയുന്ന സ്ഥലത്ത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ടാബ് അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഇതിൽ സെലക്ട് ആകുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ചെക്ക് ഇൻ ടൈം, ചെക്കൗട്ട് ടൈം കൃത്യമായിട്ട് കൊടുക്കുക, ക്യാൻസലേഷൻ പോളിസീസ്, പിന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ മാത്രമായിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അത് എന്താണെന്നുള്ളത് ഓരോന്നായിട്ട് ഇവിടെ കൊടുക്കണം. ചെക്ക് ഇൻ ടൈമിൽ ബാലൻസ് പേയ്മെൻറ്റ് ഇതിൽ കൊടുത്തിരിക്കണം, നിങ്ങളുടെ ID പ്രൂഫ് കരുതിയിരിക്കണം, അതേപോലെ 10 മണി വരെയാണ് നിങ്ങളുടെ മ്യൂസിക്കിൻ്റെയും പൂളിൻ്റെയും ടൈം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുക.
പിന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ ടോട്ടൽ കപ്പാസിറ്റി ഇപ്പോൾ ഒരു 10 റൂംസൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങളുടേത്. അപ്പോൾ നിങ്ങൾ ഒരു റൂമിൽ ഇപ്പം മൂന്ന് മെമ്പേഴ്സ് ആണെങ്കിൽ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ കപ്പാസിറ്റി 30 ആയിരിക്കും. പിന്നെ 4 പേര് വെച്ചിട്ടാണ് ഒരു റൂമിൽ പോകുന്നതെങ്കിൽ 40 മെമ്പേഴ്സ് അത് ഇവിടെ കൊടുക്കുക. പിന്നെ ടോട്ടൽ എത്ര റൂംസ് ഉണ്ട്, എത്ര ബെഡ്സ് വരുന്നുണ്ട്, അതേപോലെ ബാത്റൂംസ് എത്ര വരുന്നുണ്ട്, നിങ്ങളുടെ എക്സ്ട്രാ ബെഡിൻ്റെ പ്രൈസ് എത്രയാണ്, 1000 ആണെങ്കിൽ 1000 എന്ന് കൊടുക്കുക. അതേപോലെ കുട്ടികൾ 6 to 11 ചാർജബിൾ ആണെങ്കിൽ അവരുടെ ആ റേറ്റും ഇവിടെ കൊടുക്കേണ്ടതാണ്. പിന്നെ നിങ്ങളുടെ ബാക്കി അമ്യൂണിറ്റീസ് എന്തൊക്കെയാണുള്ളത് അത് മുഴുവനും ഇതിൽ നോക്കിയിട്ട് യെസ് ഓർ നോ വെച്ചിട്ട് കറക്റ്റായിട്ട് കൊടുക്കുക. നിങ്ങൾ ഏതൊക്കെ ഐഡൻറ്റിറ്റി പ്രൂഫാണ് അവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് 1 by 1 ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്ത ശേഷം പിന്നെ നിങ്ങളത് സേവ് കൊടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയ ശേഷം തന്നെ നിങ്ങൾക്ക് വീണ്ടും ഇതേ ഓപ്ഷനിൽ തന്നെ കുറച്ചുകൂടെ പിന്നെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് വൺ ടൈം നിങ്ങൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ ഡെമോസ് ആയിട്ട് 2 ആഡ് ചെയ്തതാണ്. അപ്പോൾ അതിൽ എഡിറ്റ് ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എല്ലാ ഡാറ്റയും ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലൊക്കേഷനും കാര്യങ്ങളൊക്കെ. അതിൽ ഗൂഗിൾ മാപ്പിൻ്റെ അത് കൊടുത്ത ഉടനെ ഇവിടെ ഒരു എംബഡഡ് മാപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു കോളം. അതെങ്ങനെ കൊടുക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നേരത്തെ ഓപ്പൺ ആക്കിയിട്ടുള്ള മാപ്പിൻ്റെ ഇതിൽ ഷെയർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എംബഡഡ് മാപ്പ് എന്ന് പറയുന്നത്. ഇത് കോപ്പി ചെയ്തിട്ട് നേരെ ഇവിടെ അങ്ങ് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് താഴെയുള്ള ലിങ്ക് അവിടെ വന്നോളൂ. പേസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി, ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കാര്യങ്ങൾ അതിൽ വർക്കൗട്ട് ആയിക്കോളും. പിന്നെയുള്ളത് നിങ്ങൾക്ക് അഡീഷണലായിട്ട് വരുന്ന മറ്റൊന്നാണ് റേറ്റ് പ്ലാൻ പ്രൈസിംഗ് എന്ന് പറയും. ഇപ്പോൾ നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ EP ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ എക്സ്ട്രാ അഡൾട്ടിന് എത്രയാണ് വരുന്നത്, എക്സ്ട്രാ ചൈൽഡിന് എത്രയാണ് വരുന്നത്. ഇനി അതേപോലെ തന്നെ വിത്ത് ബ്രേക്ക്ഫാസ്റ്റിൽ അഡീഷണൽ ആയിട്ടുള്ള അഡൾട്ടിൻ്റെ പ്രൈസും ചൈൽഡിൻ്റെ പ്രൈസും കൊടുക്കുക. അതേപോലെ ബാക്കിയുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. പിന്നെ വരുന്നത് അതേപോലെ തന്നെ നിയർ ബൈ അട്രാക്ഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ അടുത്ത് വരുന്ന സൈറ്റ് സീയിങ് പ്ലേസസ് ഒക്കെ ഇതിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയുടെ പേര്, പ്രോപ്പർട്ടിയുടെ ടൈപ്പ്, നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് എത്ര കിലോമീറ്റേഴ്സ് ദൂരെയാണ് വരുന്നത്, അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണുള്ളത്, ഇതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ. അതിനുശേഷം വരുന്നത് SEO ആൻഡ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഒരു പുറത്തുനിന്ന് ഒരു കസ്റ്റമർ ടൈപ്പ് ചെയ്ത് നോക്കാൻ സാധ്യതയുള്ള കീവേഡ്സ് ആണ് നിങ്ങളിവിടെ കൊടുക്കേണ്ടത്. നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പേര് വെച്ചിട്ടോ അല്ലെങ്കിൽ ലൊക്കേഷൻ വെച്ചിട്ടോ അങ്ങനെയുള്ള കുറച്ച് വേർഡ്സ് ഒരു 10-50 പറ്റുവാണെങ്കിൽ ChatGPT നിങ്ങൾ ചോദിച്ചിട്ട് ആ കോപ്പി പേസ്റ്റ് ചെയ്താലും മതിയാവും. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. ഇതും കൂടെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി കംപ്ലീറ്റ് സേവ് ആയിക്കോളും. ഓക്കെ. സക്സസ്ഫുള്ളി സേവ്ഡ്. ഇനി നമ്മളിപ്പോൾ പ്രോപ്പർട്ടി മെയിനായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ ചിലപ്പോൾ മൾട്ടിപ്പിൾ കാറ്റഗറിയിലുള്ള റൂംസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസിലേക്ക് വരിക. ഇവിടെ റൂംസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കാണാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ കുറച്ച് റൂംസ് കൊടുത്തിട്ടുണ്ട്. 2 BH ബാൽക്കണി റൂം, 1 BH പ്രൈവറ്റ് പൂൾ വില്ല, 2 BH പ്രൈവറ്റ് പൂൾ വില്ല, കേവ് റൂം, സ്യൂട്ട് വിത്ത് വാലി വ്യൂ എന്ന് പറയുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ഈ ആഡ് റൂം കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്ത ശേഷം റൂമിൻ്റെ പേര്, ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തിരിച്ചറിയാനുള്ള പേരല്ല 101 റൂമിൻ്റെ കാറ്റഗറി ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ബെഡിൻ്റെ ടൈപ്പ് അത് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത്, പിന്നെ മീൽസ് പ്ലാൻ വരുന്നുണ്ട് അത് കൊടുക്കുക. ഇതേ കാറ്റഗറിയിൽ എത്ര റൂംസ് വരുന്നുണ്ട്, ഇപ്പോൾ 2 or 3 ആണെങ്കിൽ അതിനനുസരിച്ച് അത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ആ റൂമിൽ എക്സ്ട്രാ മാട്രസ് ആണോ അല്ലെങ്കിൽ എക്സ്ട്രാ ബെഡ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതിൽ സെലക്ട് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ ആ റൂമിലെ മാക്സിമം കപ്പാസിറ്റിയും ബേസ് കപ്പാസിറ്റിയും അതുപോലെ തന്നെ ചിൽഡ്രൻസ് വരികയാണെങ്കിൽ എത്ര ചിൽഡ്രൻസിന് അതിൽ സ്റ്റേ ചെയ്യാൻ പറ്റും അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ ആ റൂമിനെ കുറിച്ചുള്ള ഒരു 300 വേർഡ്സിൽ വരുന്ന കുറച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ഇതിൽ നിങ്ങൾ ChatGPT-നോട് അങ്ങനെ ചോദിച്ചിട്ട് കൊടുക്കണം. അതിൽ കൊടുക്കേണ്ടത് റൂമിൽ എന്തൊക്കെ അമ്യൂണിറ്റീസ് വരുന്നുണ്ട്, എത്ര പേർക്ക് സ്റ്റേ ചെയ്യും, റൂമിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ റൂമിൽ ആർക്കൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റും, അതിന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് ഇതിൽ നിങ്ങൾ കൊടുക്കേണ്ടത്. ഒരു 300 വേർഡ്സ് മതിയാവും. അതേപോലെ തന്നെ ഇവിടെ EP എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം. നിങ്ങൾ CPയിലായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ CP മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ CPയിൽ വരുമ്പോൾ പിന്നെ റേറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഓരോ രീതിയിലുള്ളതും നിങ്ങൾ കൊടുക്കുക. അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ട്രിപ്പിൾ ഷെയറിലാണ് കൊടുക്കുന്നതെങ്കിൽ ഈ 3 കോളംസ് സെലക്ട് ചെയ്താൽ മതിയാവും. നിങ്ങൾ 4 ഷെയറിലാണ് കൊടുക്കുന്നതെങ്കിൽ ആ 4 കോളംസും കൂടെ സെലക്ട് ചെയ്യുക. ഇത് സേവ് കൊടുത്ത് ഇതിപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ബാക്ക് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഓൾറെഡി സ്യൂട്ട് റൂം വിത്ത് വാലി വ്യൂ എന്ന് പറയുന്നൊരു ഇതേ വഴിയിൽ ഞാൻ ഇതിലേക്ക് ഒരു റൂം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സേവ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് ഇവിടെ ഈ ഒരു ഏരിയയിലായിട്ട് നിങ്ങൾക്ക്
പുതുതായിട്ട് ആഡ് ചെയ്ത റൂംസ് ഇവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ഓപ്ഷനിലേക്ക് വരിക. ഇവിടെ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളിതിൽ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊടുത്ത ശേഷം ഏറ്റവും താഴോട്ട് വരുമ്പോൾ റേറ്റ് പ്ലാൻ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ളത് സിംഗിൾ, ഡബിൾ, ട്രിപ്പിൾ അതേപോലെ തന്നെ കോഡ് എന്ന് പറഞ്ഞിട്ട് ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇതിലേക്ക് വരുമ്പോൾ എത്രയാണ് ചാർജ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസാണ് ഇത് കൊടുക്കേണ്ടത്. ഇതെന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫർമേഷൻ വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് റേറ്റ് അവിടെ വന്നോളും. ഓക്കെ, അങ്ങനെ ഇത് സേവ് കൊടുക്കുന്നു. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ റൂം അവിടെ ആഡായി. ഇനി ഇതിൽ മറ്റൊരു ഡീറ്റെയിൽസും കൂടെ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ സെയിം കാറ്റഗറിയുള്ള എത്ര റൂംസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ 2 or 3 എങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുക്കുക. അപ്പോൾ ആ റൂമിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് 5 ആണ്. അതായത് സ്യൂട്ട് റൂം വിത്ത് വാല്യൂ എന്ന് പറയുന്ന 5 റൂംസാണ് ഇവിടെ ടോട്ടലായിട്ട്. അപ്പോൾ ഓരോ റൂമിനും നമ്മളൊരു നമ്പർ കൊടുക്കണം. മീൻസ് ഇപ്പോൾ ഇതിൽ 101, 102, 103 അങ്ങനെ 105 വരെയുള്ള റൂംസ് ആണുള്ളതെങ്കിൽ നമ്മൾ ഈ മാനേജ് റൂം നമ്പേഴ്സിൽ വന്നിട്ട് ഓരോ റൂമിൻ്റെയും നമ്പർ കൊടുക്കുക. ഇതിൽ ഞാൻ 101 കൊടുക്കുന്നു, ആഡ് കൊടുക്കുന്നു. അങ്ങനെ ഓരോ റൂമും 101, 102, 103, 104, 105 എന്ന് പറഞ്ഞ റൂം നിങ്ങളിതിലേക്ക് ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇവിടെ ആക്ഷൻസിൽ ആക്റ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ ആ റൂം പബ്ലിഷ് ആയിക്കോളും. പബ്ലിഷ് ആവുക എന്ന് പറയുന്നത് നമ്മുടെ ഇതിൽ വേറെയും ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഗസ്റ്റ് ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ഏത് റൂമാണോ അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഈ നമ്പർ നോക്കിയിട്ട് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് നമ്മൾ മുന്നോട്ടേക്കുള്ള ട്യൂട്ടോറിയൽസിൽ നമ്മളിതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റൂം ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ റൂം ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി അല്ല മൾട്ടിപ്പിൾ പ്രോപ്പർട്ടീസ് വേറെ വരുന്നുണ്ടെങ്കിൽ സെയിം മെത്തേഡിൽ തന്നെ ആഡ് പ്രോപ്പർട്ടി വെച്ചിട്ട് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്താൽ മതിയാവും. അതേപോലെ തന്നെ റൂംസ് ഉണ്ടെങ്കിൽ സെയിം മെത്തേഡിൽ തന്നെ റൂം ആഡ് ചെയ്യും. നമുക്ക് വൗച്ചർ സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ സെറ്റിങ്സിലേക്ക് വരിക. സെറ്റിങ്സിൽ വന്നിട്ട് നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ ഒഫീഷ്യൽ നെയിം, അതേപോലെ തന്നെ നമ്പർ, നമ്മുടെ ഇമെയിൽ അഡ്രസ്സ്, കമ്പനിയുടെ ഒഫീഷ്യൽ അഡ്രസ്സ് എന്താണോ അത് കൊടുക്കുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ബ്രാൻഡ് ആൻഡ് പ്രിഫിക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാനിതിൽ കൊടുത്തിരിക്കുന്ന പേര് ഡെമോ റിസോർട്ട് വയനാട് എന്നാണ്. അപ്പോൾ ഇൻവോയ്സിലെ പ്രിഫിക്സിലേക്ക് വരേണ്ടത് ഡെമോ റിസോർട്ട് വയനാട് ഷോർട്ട് നെയിം. ഇതേ നെയിം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെയും ഇൻവോയ്സ് ബില്ല് ജനറേറ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് അവിടെയും സെയിം നെയിം തന്നെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെയുള്ളത് നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ലോഗോ ചൂസ് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ ഒഫീഷ്യൽ ലോഗോ അപ്ഡേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വൗച്ചറിൻ്റെ ടെംപ്ലേറ്റ് അത് നിങ്ങൾക്ക് ഏതാണോ സൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ പ്രീമിയം ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏകദേശം ഇതുപോലെ ഉണ്ടാവും. നല്ല ഒഫീഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വൗച്ചർ നിങ്ങൾക്ക് കാണാം. ഇനി നിങ്ങൾ ഇതിൽ പ്രൊഫഷണലാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും വൗച്ചർ ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ, അതായത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ കൺഫർമേഷൻ വൗച്ചറിൽ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാണാം. അത് നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ മാത്രമുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രോപ്പറായിട്ട് കൊടുക്കുക. ഇത് കൺഫർമേഷൻ വൗച്ചറിലേക്ക് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇത് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ആ രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കുക. കൂടുതലായിട്ടുണ്ടെങ്കിൽ ആഡ് കണ്ടീഷൻസ് കൊടുത്തിട്ട് ആഡ് ചെയ്ത് സേവ് ചെയ്താൽ മതി. അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൺഫർമേഷൻ വൗച്ചർ അടിക്കുന്ന സമയത്ത് അതിൽ ഈ ഡീറ്റെയിൽസ് മുഴുവനും വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രോപ്പർട്ടി ആഡ് ചെയ്യുന്നതും പ്രോപ്പർട്ടിയുടെ റൂംസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത കാര്യങ്ങളെന്ന് പറയുന്നത് അത് എങ്ങനെയാണ് നമുക്ക് കൺഫർമേഷൻ വൗച്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ അടുത്തതായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.